നമസ്കാരം. പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ ഗാന്ധിയെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശ്രമങ്ങളെ പ്രവർത്തക സമിതി പ്രമേയം പ്രശംസിക്കുകയും ചെയ്തു. പ്രമേയം രാഹുൽ ഗാന്ധിയെ എതിർത്തിട്ടില്ല. ഇതോടെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്നതിൽ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ന് വൈകിട്ട് ചേരുന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവായി സോണിയാഗാന്ധിയെ തെരഞ്ഞെടുക്കും. തുടർന്ന് രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കളെയും തെരഞ്ഞെടുക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ? എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് തേടുകയാണ് ഇന്ന് പൊതുവേദി. എല്ലാ പ്രേക്ഷകർക്കും പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യ പ്രേക്ഷകനായി ബാലകൃഷ്ണൻ വടകര നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയിലേക്ക്, ഒരു ഒഫീഷ്യൽ പദവിയിലേക്ക് എത്താനുള്ള അംഗബലം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. ഇന്ന് കരുത്ത് തെളിയിച്ച് കോൺഗ്രസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ കരുത്തനായ ഒരു ശബ്ദം തന്നെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ പദവിയിൽ വേണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കരുത്ത് കാണിക്കാനുള്ള, ആ കരുത്തരായ ശബ്ദമാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മാഡം നമസ്കാരം. നമസ്കാരം. ആദ്യമായി രാഹുൽ ഗാന്ധിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം പ്രവർത്തിച്ച് മേടിച്ചതിൽ. പിന്നെ പ്രതിപക്ഷ നേതാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള അത് പ്രതിപക്ഷം അംഗങ്ങൾ തിരഞ്ഞെടുത്താൽ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ജനാധിപത്യ കീഴ്വഴക്കത്തിൽ അതാണ് ശരി. പക്ഷെ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കളിയും കാണുന്നവർക്ക് ആർക്കും അറിയാം. പിന്നെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 234 ഉണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ അത് 115 മാറുന്ന സ്ഥിതിയാണ് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി. ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് വരും, അവിടെ AAPയും കോൺഗ്രസും എതിരായിട്ട് മത്സരിക്കും. അങ്ങനെ പല സ്റ്റേറ്റിലും പല ധർമ്മങ്ങളും പല കാര്യങ്ങളും. പശ്ചിമ ബംഗാൾ പല സ്റ്റേറ്റുകളിലും അവർ ഭിന്നിച്ചാണ് നിൽക്കുന്നത്. അവർ ഏകോപിത പ്രതിപക്ഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നെ ഏകദേശം 90-something സീറ്റ് അവർ മേടിച്ചിട്ടുണ്ട്. അതിന് 100 പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിയെ നേരിടാനുള്ള ആർജവം അദ്ദേഹത്തിനില്ല. അത് ജനങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അതൊരു ഊഹാപോഹമാണ്. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദിയെ നേരിടാൻ യാതൊരു ഇച്ഛാശക്തിയും രാഹുൽ ഗാന്ധിക്കില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി ബാലകൃഷ്ണൻ വടകര ഈ നിമിഷം വിളിച്ചതിന്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലത്തൂരിൽ നിന്ന് മോഹൻദാസ് ആണ് ചേരുന്നത്. മോഹൻദാസ്, ബാലകൃഷ്ണൻ വടകര പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു. അതായത് കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു, ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു, മികച്ച പ്രവർത്തനം രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചു, അതിനെ അഭിനന്ദിക്കണം. പക്ഷേ മോദിക്കെതിരായി നിൽക്കാനുള്ള ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് വിളിച്ച പ്രേക്ഷകന്റെ പ്രതികരണം. എന്താണ് മോഹൻദാസിന് തോന്നുന്നത്? ഇതേ അഭിപ്രായമാണോ അതോ കരുത്തനായ ശബ്ദമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും എന്നുള്ളതാണോ? എനിക്ക് ബാലകൃഷ്ണൻ വടകരയോട് ബഹുമാനമുണ്ട്. അത് നല്ലൊരു സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കാര്യം ആദ്യം പറയട്ടെ, നമ്മുടെ പൊതുവേദിയിലേക്ക് പൊതുവെ പുരുഷന്മാരുടെ സാന്നിധ്യം, ശബ്ദ സാന്നിധ്യം മാത്രമേ ഇപ്പൊ കാര്യമായിട്ട് കാണാറുള്ളൂ. ഞാൻ എപ്പോഴും കാണുന്നതാണ്. പക്ഷെ സ്ത്രീകൾ കാര്യമായിട്ട് വിളിക്കാറില്ല മാഡം. അത് നമ്മൾ എന്താ ചെയ്യാന്നറിയില്ല. അവിടുന്ന് ഒരു ആഹ്വാനം കൊടുക്കണം നിങ്ങള്. പിന്നെ ഈ എന്തായാലും ഒരു ടോട്ടൽ സീറ്റിന്റെ 10% കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇത് കിട്ടും. കഴിഞ്ഞ തവണ അത് ഉണ്ടായിരുന്നില്ല, ഇത്തവണ അത് കിട്ടി. പക്ഷെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇനിയിപ്പോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആ UDF അല്ല ഇന്ത്യ മുന്നണി വളരെ ശക്തമായ പ്രതിപക്ഷമായിട്ട് അവിടെ ഉണ്ടാകുന്ന സംശയമൊന്നും വേണ്ട. പിന്നെ നരേന്ദ്രമോദി വളരെ കുറഞ്ഞില്ലേ, കഴിഞ്ഞ കൂടിയത്തെ പോലെ നല്ല ഏകാധിപതിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ പ്രതിപക്ഷം ഇത്തവണത്തേല് തീർച്ചയായിട്ടും വിജയിക്കുന്ന തന്നെയാണ് സാധിക്കും. മുമ്പ് തന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾക്ക് യോഗ്യതയില്ല, അതില്ല, പപ്പുവാണ്, അത് കിണ്ടിനിക്കുട്ടനാന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരില്ലേ 2 മണ്ഡലം ജയിച്ചില്ലേ. സ്മൃതി ഇറാനി പറഞ്ഞു തോൽപ്പിച്ച് ഓടിപ്പിക്കുന്നു. ഇപ്പൊ ആരാ ഓടിയത്? ഇതൊക്കെ രാഷ്ട്രീയമാണ് വേണ്ടത്. അതൊക്കെ എന്ത് സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ സംശയിച്ചിട്ടുണ്ട്. ആരൊക്കെ പിടിച്ച് വലിച്ച് താഴെയിടുമെന്ന് അറിയില്ല. അതെ, തീർച്ചയായും. വളരെ നന്ദി മോഹൻദാസ്. എന്തായാലും ഈ 2 മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി നേടിയ വലിയ ഭൂരിപക്ഷം, ആ ജനപിന്തുണ തന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണം. അത്തരത്തിൽ ആ കരുത്ത് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള അഭിപ്രായമാണ് മോഹൻദാസ് പങ്കുവെച്ചത്. വളരെ നന്ദി. മോഹൻദാസ് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് പൊതുവേദിയിൽ പൊതുവെ സ്ത്രീ ശബ്ദങ്ങൾ കുറവാണ്,
സ്ത്രീ കോളർമാർ വിളിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ലിംഗഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം, അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു വേദിയാണ്. അപ്പോൾ സ്ത്രീകളും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ പ്രേക്ഷകർക്കും വിളിക്കാവുന്നതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശിവജിയാണ്. ശിവജിയുടെ അഭിപ്രായം എന്താണ് ശിവജി? മേഡം, ഞാൻ ഈ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്ക് പൊതുവേദിയിൽ വിളിച്ച് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. ഞങ്ങളുടെ തൃശ്ശൂരിലെ ഞങ്ങളുടെ മരത്തെ വിജയിപ്പിച്ച് തന്ന എല്ലാ തൃശ്ശൂരുകാർക്കും അതോടൊപ്പം കേരളീയർക്കും നന്ദി. അതോടൊപ്പം തന്നെ എല്ലാ തിന്മയുടെയും വിളനിലമായ പിണറായി വിജയന് നല്ലൊരു പ്രഹരം കൊടുത്ത കേരളത്തിലെ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിനൊത്ത ഒരു പക്വത കുറവ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവാം, എങ്കിലും എല്ലാവരും ഇങ്ങനെയാണല്ലോ നേതാവായി തീരുന്നത്. അതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല എങ്കിലും അദ്ദേഹത്തിന് സാധിക്കുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ തന്നെ മുതിർന്ന നേതാക്കൾ ധാരാളം ഉണ്ടല്ലോ കോൺഗ്രസ്. അവരുടെ ഉപദേശം കൂടെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായും നല്ലൊരു പ്രതിപക്ഷ നേതാവായി പ്രവർത്തനങ്ങളല്ലേ? അപ്പോൾ ആ പ്രായമല്ലല്ലോ പക്വത തീരുമാനിക്കുന്നത്, അളക്കുന്നത് പ്രവർത്തനങ്ങളല്ലേ? അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെ കാണുന്നു? കൂടെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു പ്രതിപക്ഷ നേതാവായി മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ BJP-യിലെ നരേന്ദ്രമോദിയൊന്നോ അങ്ങനെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ വ്യക്തികളെ അല്ലല്ലോ അവിടെ നോക്കുന്നത്, ഭരണത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ നീക്കുക. അതിനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹം അത് ആർജിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ശരി, വളരെ നന്ദി ശ്രീ ശിവജി വിളിച്ചതിന്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ജമാലാണ് പാലക്കാട് നിന്ന്. ജമാൽ, എന്താണ് അഭിപ്രായം? ആദ്യം തന്നെ എന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് പക്വതയുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാല് ഇന്നത്തെ പ്രധാനമന്ത്രിക്ക് പക്വതയോടുകൂടിയുള്ള വാക്കുകളായിരുന്നു പ്രധാനമന്ത്രിയിൽ നിന്നും വന്നത്. രാഹുൽ ഗാന്ധിയെ പക്വത അളക്കാനുള്ള ഇതൊന്നും BJP-ക്കാർക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ നല്ല നിലയിൽ ഈ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന, ഞങ്ങൾ പ്രതീക്ഷിച്ച അവിടെ എത്തിയില്ലെങ്കിലും ഇന്ന് കാണുന്ന ഇതിൽ കൊണ്ടുവന്ന് എത്തിച്ചത് നല്ല പക്വതയോടെ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകാനും അറിയാം, മോദിയുടെ കൊള്ളരുതായ്മകൾ എടുത്ത് കാട്ടാനും അറിയും, അതിനനുസരിച്ച് പ്രക്ഷോഭം സൃഷ്ടിക്കാനും കഴിയും. അങ്ങനെ ജനാധിപത്യം നഷ്ടപ്പെട്ട ഇന്ത്യയിൽ ഒരു ജനാധിപത്യ പാർലമെന്റ് വരാൻ പോവുകയാണ്. അതാണ് ഇനി നേരിടാനുള്ള തന്റെ ഇടം മോദിക്കുണ്ടാകണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജമാലെ, ഈ പ്രായം ബേസ് ചെയ്തിട്ട് പക്വത അളക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. അത് ശരിയാണ്, പ്രായമല്ല പ്രവർത്തനമാണ് പക്വതയുടെ നമ്മൾ അളവുകോലായിട്ട് കണക്കാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ മറ്റ് ചില വിമർശനങ്ങൾ മറുകോണിൽ നിന്ന് ഉയരുന്നത് കഴിഞ്ഞ ടേമുകളിൽ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ലോക്സഭയിൽ അദ്ദേഹം എങ്ങനെ സംസാരിച്ചു എന്നതടക്കമുള്ളതാണ്. ലോക്സഭയിൽ അറ്റൻഡൻസ് വളരെ കുറവുള്ള ഒരു പ്രതിനിധി ആയിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗ്യത ഇല്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്, അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നോക്കിക്കാണണം? ചാനൽ ചർച്ചകളിൽ വന്ന് പിന്നെ വീണ്ടും വീണ്ടും ജയിക്കൽ ഒരു യോഗ്യത എന്ന് പറയുന്ന പിന്നെ BJP-ക്കാർക്ക് മറുപടിയെ നിങ്ങൾ ചോദിച്ചതിലുണ്ട്. കാരണം 5 ലക്ഷം വോട്ടിന് ജയിച്ച മോദി 1.5 ലക്ഷത്തിന് ജയിക്കുമ്പോ റായ്ബറേലിയിൽ 4 ലക്ഷത്തിനടുത്തും വയനാടിൽ 4 ലക്ഷത്തിനടുത്തും ജയിച്ചു. അത് തന്നെയാണ് സർട്ടിഫിക്കറ്റ്. മോദിന്റെ അത്ര താഴ്ന്നിറങ്ങിയിട്ടില്ലല്ലോ, ഉണ്ടോ? മോദിന്റെ അത്ര ഭൂരിപക്ഷം കമ്മിയായ ഒരാളല്ല, അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുണ്ട്, അതും നല്ല ഭൂരിപക്ഷത്തില്. പിന്നെന്താണ്, പ്രതിപക്ഷ നേതാവാകണമെന്ന് തീരുമാനിക്കുന്നത് BJP-ക്കാരല്ല, കോൺഗ്രസിന്റെ ആള് പ്രതിപക്ഷ നേതാവ് ആകണോ, അയാൾക്ക് പക്വതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞത് ആവർത്തിക്കുകയാണ്, മോദിക്ക് എന്താണ് പക്വത കണ്ടിരിക്കുന്നത്? ജനാധിപത്യ ബോധം ഇല്ലാത്ത ഒരു മോദി 10 കൊല്ലം ഭരിച്ചു, ഇനി ഭരിക്കാൻ കഴിയോ സ്വൈരത്തോട് കൂടിയിട്ട്? മോദിന്റെ സ്വഭാവം ഏകാധിപത്യ ഭരണമാണ്, അതിന് ഇനി ഭരിക്കാൻ കഴിയില്ല. ശരി, വളരെ നന്ദി ജമാല വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പാലയിൽ നിന്ന് ഉമേഷാണ്. ഉമേഷിന് എന്താണ് പറയാനുള്ളത്? മാഡം, 60 കൊല്ലം 450-500 സീറ്റ് നേടി ഭരിച്ച ഒരു പാർട്ടി ഇപ്പൊ സ്വന്തമായിട്ട് 100 സീറ്റ് പിടിച്ചു. സ്വന്തമായിട്ട് 100 സീറ്റ് പിടിച്ച് 30-40 പാർട്ടിക്കാരെ കൂട്ടിക്കൊണ്ട് BJP ഒറ്റയ്ക്ക് പിടിച്ച സീറ്റ് പോലും പിടിച്ചിട്ടില്ല. അത് നമ്മൾ
വിലയിരുത്തണം. അല്ലാതെ ചുമ്മാ അതും ഇതൊന്നും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എടുത്ത പാർട്ടി വല്ലതും ആണോ? 60 കൊല്ലം ഭരിച്ച ഒരു പാർട്ടി, ഒരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 100 സീറ്റ് പിടിച്ചെന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ കിടന്ന് ജനങ്ങളും മാധ്യമങ്ങളും ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. അതേസമയം BJPയുടെ ഭരണം അല്ലെ NDAയുടെ ഭരണം താഴെ പോയായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും 3ാം തവണ അത്തരത്തിൽ തിളക്കമാർന്ന ഒരു വിജയമാണോ ഇത്തവണ BJPക്കും NDAയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? അതുകൂടി പരിശോധിക്കണ്ടേ? മാനം തിളക്കമാർന്ന വിജയമാണെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എത്ര പാർട്ടികളായിരുന്നു നോക്കും. 40 പാർട്ടികൾ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഭരണത്തെ അട്ടിമറിച്ച് താഴെ കളയാൻ സാധിച്ചോ? ഇല്ല. അപ്പൊ ഇത്രയും തന്നെ ഇത് പിടിച്ചു നിന്ന് നരേന്ദ്രമോദിയുടെ ഒരു ബലത്തിൽ തന്നെയല്ല. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പോയി മത്സരിച്ചത് എവിടെയാ? അമേഠിയിൽ സ്മൃതി ഇറാനിയോട് പോയി ജയിച്ചായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അവിടെ പോലും മത്സരിക്കാതെ വേറെ സ്ഥലത്ത് പോയി. പിന്നെ വയനാട്ടിലെ കാര്യം പറയണ്ട. എന്നിട്ട് സ്മൃതി ഇറാനിക്ക് എന്ത് സംഭവിച്ചു? അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റുപോയി. പക്ഷെ അവിടെ പോയി രാഹുൽ ഗാന്ധി ജയിച്ചായിരുന്നെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാമായിരുന്നു, ഞാൻ വീണ്ടും തോപ്പിച്ചെന്ന്. ഇത് അവിടെയാണോ പോയത്? ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുള്ള ഒരാളായിരുന്നു അവിടെ തന്നെ പോയി നിന്ന് ജയിക്കണമായിരുന്നു. അതല്ലായിരുന്നു അതിന്റെ. പക്ഷെ അതേസമയം രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും വയനാട്ടിലും നേടിയ ഭൂരിപക്ഷം പരിശോധിക്കൂ. അതേസമയം മോദിക്കുണ്ടായ പതനം പരിശോധിക്കൂ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സുരക്ഷിതമായിട്ട് ഒരു താവളത്തിൽ പോയി നിന്നിട്ട് ഭൂരിപക്ഷം കിട്ടുന്നതിലാണോ കാര്യം? വയനാട്ടിൽ നീ കോട്ടയ്ക്കകത്ത് പോയി നിന്നിട്ട് ജയിച്ചെന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണ് തൃശ്ശൂർ എന്ത് സംഭവിച്ചു? തൃശ്ശൂർ എന്ത് സംഭവിച്ചു? നമ്മൾ ഉദ്ദേശിച്ചേക്കാളും ഭൂരിപക്ഷത്തിലല്ലേ ചെയ്യുക. അപ്പൊ ജയവും തോൽവി ഉണ്ടാകും. പക്ഷെ അതല്ല പറഞ്ഞ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ എത്ര നാൾ ഇദ്ദേഹം ഈ പാർലമെന്റ് ഈ സഭയെ വരും എന്നുള്ള അറിയാവോ? അപ്പൊ താങ്കളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യനല്ല എന്നാണോ? യോഗ്യനാകാൻ ഒരു നേതാവ് ഇപ്പൊ കണ്ടോ? ഇപ്പൊ കോൺഗ്രസുകാർ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ, ഘടകകക്ഷികൾ ആരും സമ്മതിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ ബാക്കി നമുക്ക് കാര്യങ്ങൾ അറിയാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെപ്പറ്റി ഉറപ്പിച്ച് പറയാം. ഒന്നും പറയാൻ പറ്റുകയില്ല. കോൺഗ്രസുകാർ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഇപ്പോൾ തമ്മിത്തല്ലല്ലേ, അടിയോടടി. ഇതാ കോൺഗ്രസ്. ശരി, വളരെ നന്ദി ഉമേഷ് വിളിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രനാണ്. സുരേന്ദ്രന്റെ അഭിപ്രായം എന്താണ്? നമസ്കാരം മാഡം. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ രാഹുൽ ഗാന്ധിക്കാണോ അതോ മോദിക്കാണോ പക്വത എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന ഒരു പൂരാണ്. കാരണം ഈ മറ്റേ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന എനിക്ക് തോന്നണേ. കാരണം അദ്ദേഹത്തിന്റെ പക്വത ഇനിയാണ് കാണാൻ പോകേണ്ടത്. കാരണം ഇനി എങ്ങനെയാണ് പക്വമായിട്ട് സംസാരിക്കേണ്ടത് എന്ന് അവർ രണ്ടുപേരും കാണിച്ചു കൊടുക്കും. രാഹുൽ ഗാന്ധിക്ക് അല്ല ഇനി പക്വത വേണ്ടത്. ഇനി പക്വത വേണ്ടത് കാരണം നമ്മൾ കണ്ടു NDA എന്നൊരു പറഞ്ഞ എത്ര പ്രാവശ്യം. അതിനു മുന്നേ മോദിയുടെ ഗ്യാരണ്ടി എന്നാ പറയണത്. ഇപ്പൊ പറയണത് NDAയുടെ ഗ്യാരണ്ടി. അതും ഭരണഘടനയൊക്കെ തൊട്ട് വണങ്ങിട്ട് നമ്മൾ ചെങ്കോലൊക്കെ കണ്ടിട്ടുള്ളോ? ഭരണഘടനയെ തൊട്ട് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അന്ന് ഭരണഘടനയാണ് അവിടെ വെക്കേണ്ടായിരുന്നു പറഞ്ഞു. ഇന്ന് അതേ ഭരണഘടന തൊഴുത് വരേണ്ട വന്നു. അതാണ് കാലഘട്ടത്തിന്റെ കാലം എന്നും ചോദിക്കുന്നു പറയുന്നത്. അതാണ് ആ ഭരണഘടനയായിരുന്നു അവിടെ വെക്കേണ്ടത്. ആ ചെങ്കോലും ഇതൊന്നുമല്ല അവിടെ വെക്കേണ്ടിരുന്നത്, ഇതാണ് അവിടെ വെക്കേണ്ടിരുന്നത്. അതിനെ വണങ്ങിയിട്ടാണ് ഇപ്പൊ ചെയ്യേണ്ട വന്നത്. ഇനിയാണ് നമുക്ക് പക്വത, ആരുടെ പക്വതയാണ് കാണാൻ പോണെന്ന് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയിട്ട് അവരുടെ പാർട്ടി അവരെ തെരഞ്ഞെടുത്തു. രാഹുൽ ഗാന്ധി പക്ഷെ ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി അമേഠിയിൽ പോയിട്ട് മത്സരിക്കണം എന്ന് നേരത്തെ പറഞ്ഞ ഒരു പ്രതികരണം അത് ശരിയായിരുന്നു. അദ്ദേഹം അവിടെ പോയി മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന റേറ്റിംഗ് ഉണ്ടല്ലോ, ഇന്ന് കിട്ടുന്നതിന് 10 ഇരട്ടി കിട്ടിയേനും. അത് അദ്ദേഹത്തിന് ആ ധൈര്യമില്ല എന്ന് ഉള്ളത് വ്യക്തമായിരുന്നു. പക്ഷെ നോക്കണ്ട, ഇതിന് ഇപ്പോ രാഹുൽ ഗാന്ധി പഴയതിൽ നിന്നും വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് അദ്ദേഹം പഴയ കാലം കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ പുതിയ കാലഘട്ടമാണ്. അതിനനുസരിച്ച് ഇവര് രണ്ടിൽ പേര് ആരാണ് പക്വത കാണിക്കാൻ പോണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്ത്രീ പ്രേക്ഷകർ വിളിക്കണമെന്ന് പറഞ്ഞ മോഹൻദാസ് സാറിന്റെ അഭിപ്രായത്തോട് ഞാൻ പറയുന്നത്, നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ ജനങ്ങളോട് പ്രതികരിക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഒരാള് കൂടുതൽ വരില്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു മാഡം. വളരെ നന്ദി സുരേന്ദ്രൻ വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് റെജിയാണ്. റെജിക്ക് എന്താണ് അഭിപ്രായം? വലിയ പിന്തുണയിലാണ് കോൺഗ്രസ് ഇത്തവണ പിന്തുണയാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ശക്തനായ ഒരു നേതാവ് തന്നെ പ്രതിപക്ഷ പദവിയിലേക്ക് എത്തേണ്ടതുണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയിലേക്ക്. എന്താണ് രാഹുൽ ഗാന്ധി അതിന് അനുയോജ്യനാണെന്ന് റെജിക്ക് തോന്നുന്നുണ്ടോ? നമസ്കാരം മാഡം. നമസ്കാരം. ഏറ്റവും കൂടുതൽ അനുയോജ്യമായ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിപക്ഷ നേതാവാകാൻ ഏറ്റവും യോഗ്യനായ നേതാവും രാഹുൽ ഗാന്ധി തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. കാരണം 40-ൽ നിന്ന് 100 സീറ്റിലേക്ക് കോൺഗ്രസ് നയിക്കാൻ ഏറ്റവും കഷ്ടപ്പാടോടുകൂടി യോഗ്യനായി നയിച്ച ഒരു വലിയൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. മറ്റുള്ളവർ പല രീതിയിലും പക്വതയില്ല എന്ന് പറയുമെങ്കിലും വളരെ പക്വതയോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട്
പ്രതിപക്ഷത്തെ വളരെ ശക്തിയോടെ തന്നെ നയിച്ച ഒരു വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുവാൻ ഏറ്റവും യോഗ്യനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി രജി വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇപ്പോൾ TK രവിചന്ദ്രൻ പിള്ള വിളിക്കുന്നുണ്ട് അഞ്ചാലമ്മൂട്ടിൽ നിന്ന്. രവിചന്ദ്രൻ പിള്ള, എന്താണ് അഭിപ്രായം? നമസ്കാരം. നമസ്കാരം. ഏറ്റവും ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു അഭിനന്ദനങ്ങൾ ചെയ്യുവാണ്. കാരണം ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നെഹ്റുവിന്റെ കുടുംബമാണ്. ഈ നെഹ്റു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തുള്ള ജനത്തിന് മൊത്തം അറിയാം. ഇന്ത്യയിലെ നല്ല ഒരു ഭരണാധികാരിയും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത, ഇന്ത്യയിൽ നെഹ്റു വെളിയിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഇവിടെ ഇന്ത്യക്കും പട്ടിക്കും സ്ഥാനമില്ലെന്ന്. ആ പോയിന്റ് അന്നേരം തന്നെ നെഹ്റു എഴുതി വെച്ച് വെള്ളക്കാരനും പട്ടിക്ക് സ്ഥാനമില്ലെന്ന്. അതേ കണക്ക് തന്നെ നെഹ്റു പഠിക്കുന്ന എല്ലാ വാതിലിന്റെ ഭാഗത്തും കാറുകൾ വന്ന് നിൽക്കുമായിരുന്നു. അന്നേരം ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, അയാളെ ചോദിച്ചു, ഇന്ത്യയിൽ ഇങ്ങനെ ഒരാൾ വന്ന് പഠിക്കുന്ന അത് ആരാന്ന്. അന്നേരം പറഞ്ഞു ഇന്ത്യ മഹാരാജ്യം വിലയ്ക്ക് മേടിക്കാനുള്ള ആസ്തിയുള്ള കുടുംബത്തിൽ ആളാണ് ജവഹർലാൽ നെഹ്റു. അയാള് കൊച്ചുമോന്റെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മോനാണ്. ഇന്ദിരാഗാന്ധിയുടെ മോൻ രാജീവ് ഗാന്ധിയുടെ മോൻ രാഹുൽ ഗാന്ധി. ആ മോനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പരിമണം തൊട്ട് കരുനാപ്പള്ളി വരെ ഭാരത ഓടയാത്രയ്ക്കകത്ത് നടന്നതാണ്. ഇന്ത്യയിൽ ഇതേ കണക്ക് ഏത് രാഷ്ട്രീയക്കാരനുണ്ട്? തങ്കശ്ശേരി വന്ന് മത്സ്യത്തൊഴിലാളികളെ പ്രശ്നം അറിഞ്ഞ് കടലിൽ ഇറങ്ങി. ഈ BJPയുടെ നേതാവ് നമ്മളെ നരേന്ദ്രമോദിക്ക് പറ്റുമോ? മോഡിക്ക് വല്ലതും പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി വരെ ആവാനുള്ള യോഗ്യതയുള്ള ആളല്ലേ? ഇന്ത്യയിൽ കോൺഗ്രസിനെ നയിക്കാനും പ്രതിപക്ഷ നേതാവായിട്ട് നയിക്കാനും പ്രധാനമന്ത്രിയായിട്ട് നയിക്കാനും നെഹ്റു കുടുംബമായ ആ കുടുംബത്തിൽ ജനിച്ച രാഹുൽ ഗാന്ധിക്ക് പറ്റത്തുള്ളൂ. ഇന്ത്യ എങ്ങനെ ഭരിക്കണം, സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും സാധാരണക്കാരന്റെയും ഇവിടുത്തെ കർഷകന്റെയും കൃഷിക്കാരന്റെയും കൂലിപ്പണിക്കാരന്റെയും പ്രശ്നങ്ങൾ തൊട്ടറിയുന്ന ഒരു നേതാവാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി. അല്ലാതെ നരേന്ദ്രമോദിക്ക് ഇതറിയത്തില്ല. എനിക്ക് മുമ്പേ പറഞ്ഞ ഒരാള് പറഞ്ഞായിരുന്നു, നീയാണ് പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, നീയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പക്വതകള്. കഴിഞ്ഞതിന് പുള്ളിക്കാരനെ എന്ത് ഇഷ്ടത്തിലും വേണേൽ ചെയ്യായിരുന്നു. 3-2 ഭൂരിപക്ഷം ഇവിടുത്തെ BJPക്ക് ഉണ്ടായിരുന്നു. ഈ നരേന്ദ്രമോദിയുടെ അതപ്പതനം നീയാണ് ഉണ്ടാവുന്നത്. ഈ സർക്കാർ. ശരി, രവിചന്ദ്രൻ പിള്ളയാണ് അഞ്ചാലമ്മൂട്ടിൽ നിന്ന് വിളിച്ചത്. വളരെ നന്ദി രവിചന്ദ്രൻ പിള്ള വിളിച്ചതിന്. അഭിപ്രായം വ്യക്തമാണ്. പൊതുവേദിയിൽ ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ജനസേന പാർട്ടിക്കും ഒപ്പം BJPയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷേ TDP ഇക്കാര്യത്തിൽ വഴങ്ങുമെന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് JDUവിനും TDPക്കും പ്രത്യേക സാമ്പത്തിക പാക്കേജ്, സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാനുള്ള തീരുമാനം, അങ്ങനെ പാക്കേജ് നൽകിക്കൊണ്ട് ഈ മന്ത്രിസ്ഥാനം 3 വീതം നൽകിക്കൊണ്ടൊരു അനുനയത്തിലേക്ക് എത്തുക എന്ന നീക്കമാണ് ഇപ്പോൾ BJP ഏതായാലും നടത്തുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിക്കൊണ്ട് TDPയെ അന്വയിപ്പിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഏതായാലും TDP കേന്ദ്രങ്ങൾ എത്തുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് TDP പൊതുവേദിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഇപ്പോൾ ചേരുന്നത് കൊല്ലത്ത് നിന്ന് ഷാജിയാണ്. ഷാജി, എന്താണ് ഷാജിയുടെ അഭിപ്രായം? അല്ല, എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ മഹാരാജ്യത്തിൽ മതേതരത്വവും ജനാധിപത്യവും ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവന്ന ഒരു പ്രതിപക്ഷത്തിന്റെ അർഹതപ്പെട്ട ഒരു വ്യക്തിത്വമാവാൻ എന്തുകൊണ്ടും കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണെന്നാണ് എന്റെ അഭിപ്രായം. ഭരണം കൊണ്ട്, ഇന്ത്യൻ മഹാരാജ്യത്തിൽ ഭരണം കൊണ്ട് ഒരു രാജ്യത്തിൽ ഒരു മതേതരത്വം ഉണ്ടാക്കാൻ BJP സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു കാരണമാണ്. ഒരു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരുപാട് സ്റ്റേറ്റുകളിൽ നിന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങളും കോർഡിനേഷൻ ചെയ്തുകൊണ്ട് ഒരു മതേതരത്വ പ്രതിപക്ഷ നേതാവാൻ എന്ത് യോഗ്യനാണ് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി ആയതിനേക്കാൾ നല്ലത്
ഒരു പ്രതിപക്ഷ നേതാവാൻ യോഗ്യനായ ആളാണ്. ഒരിക്കലും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും കമ്പോളം അടച്ചുകൊണ്ട് നല്ല സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒരു കട തുറക്കുക എന്നുള്ള ഒരു ആഹ്വാനവുമായി കൊണ്ടാണ് രാഹുൽ ഗാന്ധി ജൂഡോ യാത്ര ഇന്ത്യ മഹാരാജ്യം ഒട്ടാകെ നടന്നത്. അതിലൊക്കെ ഞങ്ങൾക്കെല്ലാം വളരെ ഉണർവുണ്ട്. കാര്യം ഒരു ദിവസമെങ്കിലും ജനാധിപത്യം എന്തുവാണെന്ന് ഇന്ത്യൻ മഹാരാജ്യത്ത് കാണിച്ചു കൊടുത്ത ഒരു വൻ പ്രതിഭയാണ് രാഹുൽ ഗാന്ധി. ഒരിക്കലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനോ മതേതരത്തെ കശാപ്പ് ചെയ്യാനോ രാഹുൽ ഗാന്ധി നോക്കില്ല. പക്ഷെ എല്ലാരെയും ഇണക്കി നിർത്തി ഒറ്റ മെയ്യോടും ഒരു മനസ്സോടും ഒരുമപ്പെട്ടുകൊണ്ട് സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും കട തുറക്കാനാണ് രാഹുൽജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിജയമാണ് ഇപ്പോൾ ഇന്ത്യൻ സഖ്യം ഈ കാണിച്ചു തന്നത്. അല്ലാതെ വർഗീയതയുടെ പേരിലും മതേതരത്തിന്റെ കാര്യത്തിലും നടന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നോക്കിയത്. പക്ഷേ എപ്പോഴും ഇന്ത്യയെ പഴയ ജനാധിപത്യ മതേതരത്വ ഇപ്പോഴും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ത്യയിൽ മതേതര ജനാധിപത്യം പുലരുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭാവി രാഹുൽ ഗാന്ധി തന്നെ ആവൂ എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. തീർച്ചയായും വ്യക്തമാണ് അഭിപ്രായം ഷാജി. വളരെ നന്ദി കൊല്ലത്ത് നിന്ന് വിളിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ഇനിയും ചേരാൻ പോകുന്നത് മറ്റൊരു ഷാജിയാണ്. കുട്ടനാട്ടിൽ നിന്നാണ് ഷാജി ചേരുന്നത്. ഷാജി നമസ്കാരം, എന്താണ് അഭിപ്രായം? അഭിപ്രായം പൊതുവെ സ്വാഗതം ചെയ്യുകയാണ്. മനസ്സിലായില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ അവസാനം എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഘടകം തന്നെയാണ്. എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്? സംഘമായതുകൊണ്ട് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. അത്തരത്തിൽ കരുത്തനായ ഒരു ശബ്ദമാകാനും ഈ ഘടകകക്ഷികളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി ശക്തമായ ഒരു പ്രതിപക്ഷ നിരയാകാനും ആ ഒരു നേതൃപാഠവം രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് നോക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പൊ പ്രതിപക്ഷത്തുള്ള പലരും രാഹുലിനേക്കാൾ സീനിയോറിറ്റിപരമായിട്ട് ഉയർച്ചയുള്ളവർ തന്നെയാണ്. അത് തന്നെയുമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പലരും ആഗ്രഹിച്ചിരുന്ന ഒരു ഘടകമാണ്. ആ സ്ഥിതിക്ക് തുടർന്നുള്ള ചലനങ്ങളും നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. ശരി, വളരെ നന്ദി ഷാജി വിളിച്ചതിന്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ് കൊയിലാണ്ടിയിൽ നിന്ന് റഷീദിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. കോപ്പുകളൊന്നുമില്ലാതെ ടിവിയിൽ ശ്രദ്ധിക്കാതെ ദയവായി ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ റഷീദ്. എങ്കിൽ മാത്രമേ താങ്കളുടെ അഭിപ്രായം നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വ്യക്തമല്ല, വ്യക്തമായി പറഞ്ഞോളൂ. പടക്കോപ്പുകളൊന്നുമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അറിയാലോ, ഭരണത്തിന് തൊട്ടരികെ എത്താനുള്ള ഒരു സാധ്യതയിലേക്ക് ഇന്ത്യ മുന്നണിയെ കൊണ്ടുചെന്നെത്തിച്ചതും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം. ഒരുപാട് പാർട്ടികളെ ചേർത്ത് നിർത്തി ഒന്നിച്ചു നിർത്തി പടപൊരുതിയ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും NDA ചെയ്തതുപോലെ രണ്ട് ഘടകകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭരണത്തിലേറാൻ തക്ക രൂപത്തിൽ ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധി എല്ലാം കൊണ്ടും പ്രതിപക്ഷ നേതാവാകാൻ അർഹനാണ്. കാരണം നമുക്കറിയാലോ, രാജ്യം വല്ലാത്തൊരു ഭീതിയിലും ഭയപ്പാടിലും ആയിരുന്നു ജനങ്ങളും എല്ലാവരും തന്നെ. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ധീരോദാത്തമായ ജോഡോ യാത്ര, അവിടെ ഒക്കെ ചെന്നെടുത്തൊക്കെ ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി, അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായി. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഈ രാജ്യത്തിന് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിച്ചപ്പോൾ ഒരിടത്ത് 4 ലക്ഷവും ഒരിടത്ത് 3 ലക്ഷവും ജനങ്ങൾ ഭൂരിപക്ഷം നൽകി അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. നേരെ മറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ജയിച്ചെടുത്ത് 4 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമാക്കി കുറക്കുവാനും, അറിയാലോ നമ്മുടെ സ്മൃതി ഇറാനി എന്തൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് അത് സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. എന്നിട്ട് ഒരു 1.5 ലക്ഷം വോട്ടിന് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ജനത മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും. രാജ്യത്തെന്നും സമാധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ് റഷീദ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി വിളിച്ചതിന്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഹംസയാണ്. ഹംസയുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി തന്നെയാണ് യോഗ്യന്. ഇന്ത്യ ഒട്ടാകെ
നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതുപോലെ തന്നെ കാൽനട ജാതിയായിട്ട് ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നുകൊണ്ട് പാവപ്പെട്ടവന്റെയും ഉന്നതന്റെയും എല്ലാ വേദനകളും കർഷകന്റെയും തൊഴിലാളികളുടെയും എല്ലാ വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ വീണ്ടും അതിന്റെ ഉന്നതമായ പദവിയിലൂടെ ഭരണഘടന സംരക്ഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ തേരോട്ടത്തിന് ഒരു ഉത്തമമായ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ശക്തമായ ഒരു പ്രതിപക്ഷം ഈ രാജ്യത്ത് നിലവിലുണ്ടാകും. BJPയുടെ എല്ലാ ഫാസിസ്റ്റ് വിരുദ്ധ നയങ്ങൾക്കെതിരെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു തീർച്ചയായും വ്യക്തമാണ് ഹംസ താങ്കളുടെ അഭിപ്രായം. എന്തായാലും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ അത്രത്തോളം ഈ ഒരു പദവിക്ക് പ്രാപ്തനാക്കിയിട്ടുണ്ട്, അനുയോജ്യനാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹംസയുടെ അഭിപ്രായം പങ്കുവച്ചത്. പൊതുവേദിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.